പ്രോട്ടീൻ സമ്പുഷ്ടമായ ഈ ഒരു വിത്ത് ഉപയോഗിച്ച് വീട്ടിലുള്ള 3-4 ചേരുവകൾ ചേർത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കും. ഇതിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ, മറ്റു ശാരീരിക വേദനകളെല്ലാം അകറ്റുന്നതിനും പിന്നെ ഇത് കൊഴുപ്പ് തീരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കഴിക്കാവുന്നതാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ മുതിരയാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ചൂടായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് വറുത്തെടുക്കണം. ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. ആ സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു പകുതി സവാള, ഒരു പച്ചമുളക്, ഒരു 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു തക്കാളി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നേരത്തെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള വറുത്ത മുതിര കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് കൂടി ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി വയ്ക്കുക. ഞാനിവിടെ 2 ഗ്ലാസ് അളവിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം 2 വിസിൽ വരുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി തണുത്തതിന് ശേഷം ഇത് ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. വെള്ളം മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മുതിരയുടെ രസം ഉണ്ടല്ലോ, ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ മുതിര സൂപ്പ് അല്ലെങ്കിൽ മുതിര രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിന്റെ കൂടെയോ അല്ലാതെയോ നമുക്കിത് കഴിക്കാവുന്നതാണ്. തണുത്ത മഴക്കാലത്ത് ശരീരത്തിന്റെ ഊഷ്മാവ് നിയന്ത്രിക്കാനായിട്ട് മുതിര കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.